ശ്രീ നിസാം സെയ്ദ്, കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള പോര് സൈബർ ഇടത്തിൽ ഒരു മോശം അവസ്ഥയിലേക്ക് വരെ എത്തിയ ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ കണ്ടത്. KPCCയുടെ ഇടപെടൽ അതിലുണ്ടാകുന്നു. തൊട്ടു പിന്നാലെ ഇന്ന് ലീഗിന്റെ നേതൃയോഗത്തിന് ശേഷം സംസാരിക്കുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടി ജനവികാരം മാനിച്ചുകൊണ്ടായിരിക്കും തീരുമാനം എന്ന സൂചനകൾ കൂടി വെക്കുകയാണ്. ഈ ചർച്ചകൾ ഘടകകക്ഷികളിലും അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഈ സാഹചര്യത്തിൽ ലീഗ് ഒരു സൂചനയാണോ ഈ പരാമർശത്തിലൂടെ നൽകുന്നത്? രേണുവിന്റെ ഈ വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള പ്രസ്താവനകൾ കോൺഗ്രസ് സഭാരം പോര് രൂക്ഷമാകുന്നു, സൈബർ ഇടത്തിൽ കലഹം വഷളാകുന്നു എന്നൊക്കെ പറയുന്നത് വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള വായനകളാണ്, അതിവായനകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായും നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ഒരു നീണ്ട ഇടവേളയിലാണ്. ആദ്യമേ തന്നെ ഇടപെടുന്നതിൽ ക്ഷമിക്കുക ശ്രീ നിസാം സെയ്ദ്. KPCCയുടെ വാർത്താക്കുറിപ്പ് താങ്കളും വായിച്ചിട്ടുണ്ടാകുമല്ലോ. വാർത്താക്കുറിപ്പ് ഏതെങ്കിലും നേതാക്കന്മാരെ ലക്ഷ്യമിട്ടുള്ളതാണ് ആ വാർത്താക്കുറിപ്പ് എന്ന് എനിക്ക് ബോധ്യമായിട്ടില്ല. ഏതെങ്കിലും നേതാവ് പോര് രൂക്ഷമായിരിക്കുന്നത് സൈബർ ലോകത്താണ്. ഇതാരും കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാരാരെങ്കിലും ഇന്നയാളെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞ് എന്തെങ്കിലും പ്രസ്താവനകൾ ഇറക്കുകയോ എന്തെങ്കിലും അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തുന്നതോ ചെയ്യുന്നതായിട്ട് എനിക്ക് സൈബർ ലോകത്ത് ബോധ്യപ്പെട്ടിട്ടില്ല. സൈബർ ലോകത്ത് ചില ആവേശ കമ്മിറ്റിക്കാർ അവരുടെ നേതാവിനെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷകൾ സംബന്ധിച്ചൊക്കെ പങ്കുവെക്കുന്നുണ്ട്. ചില ആളുകൾ ചില നേതാക്കന്മാരെ ഇകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് മാത്രമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. സ്വാഭാവികമായി ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ഒരു നീണ്ട ഇടവേളയിൽ കോൺഗ്രസ് നയിക്കുന്ന UDF അധികാരത്തിലേക്ക് എത്തുമെന്ന് വളരെ അധികം ആളുകൾ പ്രതീക്ഷിക്കുന്നു. രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന വളരെയേറെ ആളുകൾ ആ ഒരു പ്രതീക്ഷയിലാണ്, ആ ഒരു നിരീക്ഷണത്തിലാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന എല്ലാ സൂചനകളും അത്തരം UDF അധികാരത്തിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷകൾക്ക് ബലം നൽകുന്നതാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാകും. ആ ചർച്ചകളിൽ മുഖ്യമന്ത്രി സ്ഥാന പദകാംക്ഷികൾ ഉണ്ടാകും. അവർ അതിനുവേണ്ടിയുള്ള അണിയറ നീക്കങ്ങൾ നടത്തുന്നുണ്ടാകാം. പക്ഷെ അതൊക്കെ ഒരു തുറന്ന പോരിലേക്ക് പോകുന്നു എന്ന് വായിക്കുന്നത് ഏതർത്ഥത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കോൺഗ്രസിൽ കാലാകാലങ്ങളായി നിലനിന്ന് വരുന്ന ഒരു രീതിയുണ്ട്. കോൺഗ്രസിന് ഒരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കം എന്ന് പറയുന്നത് പാർട്ടിക്ക് അധികാരം ലഭിച്ചാൽ, പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ നിയമസഭാ കക്ഷി വിളിച്ചുകൂട്ടും. നിയമസഭാ കക്ഷി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ പങ്കെടുക്കും. അവർ MLA മാരെ ഒറ്റയ്ക്കും കൂട്ടായും കണ്ട് അവരുടെ അഭിപ്രായം ശേഖരിക്കും. ആ അഭിപ്രായം ശേഖരിച്ച ശേഷം അതിന്റെ ക്രോഡീകരിച്ച ഒരു റിപ്പോർട്ട് അവർ ഹൈക്കമാൻഡിന് സമർപ്പിക്കും. ആ ഹൈക്കമാൻഡ് റിപ്പോർട്ടിനനുസരിച്ച് ഒരു പ്രഖ്യാപനം കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ടാവും. പിന്നീട് ചിലപ്പോൾ അത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം കൂടി ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അംഗീകരിക്കും. ഇതാണ് കോൺഗ്രസിൽ കാലാകാലമായി അംഗീകരിച്ചു വരുന്ന ഒരു കീഴ്വഴക്കം. ഈ കീഴ്വഴക്കം അനുസരിച്ച് തന്നെയാവും ഈ പ്രാവശ്യവും മുഖ്യമന്ത്രി അല്ലെങ്കിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവിനെ തീരുമാനിക്കുന്നതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയില്ല. പിന്നെ സൈബർ ഇടത്തെ പോര് നടക്കുന്നത്, സൈബർ ഇടത്തെ ലൈക്കും ഡിസ്ലൈക്കും വെച്ചാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്ന് വിശ്വസിക്കാനുള്ള മണ്ടത്തരം നമ്മൾക്ക് ആർക്കെങ്കിലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഈ മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്ന ആരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത്തരം പോര് നടക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തോടെയാണ് എന്ന് വിശ്വസിക്കാനുള്ള വസ്തുതകളൊന്നും നമുക്കില്ല. സ്വാഭാവികമായും അവർ പലരും സ്വയം പ്ലേസ് ചെയ്യുന്നുണ്ടാകും, സ്വയം പൊസിഷൻ ചെയ്യുന്നുണ്ടാകും. അതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ആശയങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ചർച്ചകൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കരുത്ത് കോൺഗ്രസ് പാർട്ടിക്കുണ്ടോ, UDF-നുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിലെ കോൺഗ്രസിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് പരിഹരിച്ചിട്ടുള്ളത് എന്നാണ് നാം പരിശോധിക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് കാലം പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകാൻ കഴിയുന്ന ഒരു കാര്യം, കോൺഗ്രസിൽ ഉണ്ടായ എല്ലാ വിമത സ്വരങ്ങളെയും ഉൾക്കൊള്ളാനും ചേർത്ത് പിടിക്കാനും അത് പരിഹരിക്കുവാനും കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പല സ്ഥലത്തും കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടായി. K. സുധാകരനെ പോലെ വളരെ ഉന്നതനായ ഒരു നേതാവ് തനിക്ക് മത്സരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് 2 ദിവസം അദ്ദേഹം വിമതസ്വരം ഉയർത്തിയിരുന്നു. പക്ഷെ ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കുവാൻ ഈ കഴിഞ്ഞ കാലയളവിൽ കോൺഗ്രസിനും UDF-നും കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മറുഭാഗത്ത് നമ്മൾ പരിശോധിച്ചാൽ LDF-ൽ അല്ലെങ്കിൽ CPM-ൽ ഉണ്ടായ
എല്ലാ പ്രശ്നങ്ങളും പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നതാണ് നമ്മൾ കണ്ടത്. അത് പയ്യന്നൂരാകട്ടെ, തളിപ്പറമ്പിലാകട്ടെ, പാലക്കാടാവട്ടെ, അമ്പലപ്പുഴയാകട്ടെ, കൊട്ടാരക്കരയാകട്ടെ, ആരൊക്കെ വിമത സ്വരങ്ങൾ ഉയർത്തിയോ അവരെ ഒന്നും ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ഒന്നും ചേർത്ത് പിടിക്കാൻ CPM-ന് കഴിയുന്നില്ല. അവരൊക്കെ പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നു, അവരൊക്കെ പാർട്ടി വിടുന്നു, മുന്നണി വിടുന്നു. നിസാം സെയ്ദ്, അത്തരം ചില സാഹചര്യങ്ങൾ ഉണ്ട് എന്നും അതൊക്കെ പ്രയോജനപ്പെടുത്താനാകും എന്നും ഒക്കെ കരുതുന്ന ഇടത്താണല്ലോ ഈ ഫലം വരുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള തർക്കം ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത്. ഇതൊന്നും തുടങ്ങി വെച്ചത് മാധ്യമങ്ങളല്ല. കെ സുധാകരൻ എന്നത് കോൺഗ്രസിന്റെ സണ്ണി ജോസഫിന് മുൻപുള്ള KPCC അധ്യക്ഷനായിരുന്നു. അദ്ദേഹം ഒരു ഭാഗത്ത് അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. പിന്നാലെ രേഖപ്പെടുത്തിയ അഭിപ്രായം സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ പറഞ്ഞവരെല്ലാം കോൺഗ്രസ് നേതാക്കളാണ്. ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ഏറ്റുമുട്ടുന്നതും നേതാക്കളും അണികളുമാണ്. അപ്പോ അതിൽ മാധ്യമങ്ങളെ പഴിചാരിയിട്ട് കാര്യമില്ലല്ലോ. ഇതിപ്പോൾ KPCC നേതൃത്വത്തിന് തന്നെ ഇങ്ങനെ ഒരു വാർത്താക്കുറപ്പ് വീണ്ടും ഇറക്കേണ്ടി വരികയാണ്. അത് അച്ചടക്ക ലംഘനമായി കണക്കാക്കും എന്ന് പറയേണ്ടുന്ന സാഹചര്യത്തിൽ വരെ എത്തിയിരിക്കുന്നു. അവിടെയാണല്ലോ നമ്മളുടെ ചോദ്യം. ഇപ്പോൾ ലീഗിന്റെ നേതൃയോഗത്തിന് ശേഷം കുഞ്ഞാലിക്കുട്ടി പറയുന്നു ജനഹിതം പരിഗണിച്ചായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക എന്നത് പറയുന്നു. അത് ചില സന്ദേശങ്ങൾ നൽകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. താങ്കൾക്ക് അങ്ങനെ തോന്നിയോ? സ്വാഭാവികമായും ജനഹിതം അനുസരിച്ചായിരിക്കുമല്ലോ ഒരു ഗവൺമെന്റ് അധികാരത്തിലെത്തുന്നത്, ആ ഗവൺമെന്റ് നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. ജനഹിതം തീർച്ചയായും ജനഹിതമുള്ള പാർട്ടിക്കാണ്, മുന്നണിക്കാണ് ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയേക്കല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഒരു പാർട്ടിക്കാണ്, ഒരു മുന്നണിക്കാണ്. ആ പാർട്ടിക്ക്, മുന്നണിക്ക് അതിന്റെ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. ഈ പർട്ടിക്കുലർ വിഷയത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ നേതാവ് ആരാകണം എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് മുസ്ലിം ലീഗ് പറയുമെന്ന് ഞാൻ കരുതുന്നേയില്ല. മുസ്ലിം ലീഗ് ഇവിടെ തർക്കങ്ങൾ ഉണ്ടാകാതെ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതല്ലാതെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിനെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവാണ് UDF-ന്റെ നേതാവാകുന്നത്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് ആരാണെന്നുള്ളത് കോൺഗ്രസിന്റെ മാത്രം വിഷയമാണ്. അതിൽ മുസ്ലിം ലീഗ് ഇടപെട്ട ചരിത്രമില്ല. മുസ്ലിം ലീഗ് അങ്ങനെ ഇടപെടുന്ന ഒരു കക്ഷിയല്ല. മുസ്ലിം ലീഗ് വളരെ പക്വതയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമുള്ള പാർട്ടിയാണ്. കോൺഗ്രസിന്റെ നേതാവ് ആരാണെന്നുള്ള കാര്യത്തിൽ അവർ ഒരു അഭിപ്രായവും രേഖപ്പെടുത്തില്ല. അവരോട് ചോദിച്ചാൽ അവരെന്തെങ്കിലും ഒരു മറുപടി നൽകും എന്നുള്ളതല്ലാതെ ഇന്നയാളാണ് ഞങ്ങളുടെ ചോയ്സ് എന്നൊരു അഭിപ്രായം മുസ്ലിം ലീഗ് ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും കാലത്ത് രേഖപ്പെടുത്തിയതായി നമുക്കറിയത്തില്ല. അങ്ങനെ ഇടപെടേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കരുത്തുള്ള പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. അതിനുള്ള സംവിധാനം കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ആയിരിക്കും സ്വാഭാവികമായി കാര്യത്തിൽ പറയുക. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ തീരുമാനങ്ങളുടെ ഒക്കെ അടിസ്ഥാനം MLA-മാരുടെ പിന്തുണയായിരിക്കും. MLA-മാരുടെ പിന്തുണ കൊണ്ട് മാത്രമേ ഇതിൽ ആർക്കെങ്കിലും, ഇപ്പോൾ മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും ആ സ്ഥാനത്തേക്ക് എത്താൻ കഴിയുള്ളൂ. ഞാൻ അന്വേഷിച്ചിടത്തോളം നിന്നും സ്ഥാനാർത്ഥികളായ വിജയസാധ്യതയുള്ള പല ആളുകളുമായി ഞാൻ ഈ കാര്യം ചർച്ച ചെയ്തു. ഈ പറയുന്ന ഒരു നേതാവും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ MLA-മാരെ ആരെയും MLA-മാരെ അല്ല, നിയുക്ത MLA-മാരാകാൻ സാധ്യതയുള്ള ആളുകളെ ഈ ഒരാളുകളെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് ബോധ്യമാകുന്നത്. അവരെല്ലാം 4-ാം തീയതി കഴിയുമ്പോൾ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. 4-ാം തീയതി കഴിയുന്നതിന് മുമ്പ് ഇതിന് MLA-മാരുടെ പിന്തുണ സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ നിയുക്ത MLA-മാരുടെ പിന്തുണ സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ തങ്ങളുടെ പൊസിഷൻ സ്ട്രോങ് ആക്കാനോ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നതായിട്ട് എനിക്കറിയില്ല. പിന്നെ ഈ ചർച്ചകൾ നടക്കുന്നത് സൈബർ ലോകത്താണ്, ചാനലുകളിലാണ്, മാധ്യമങ്ങളിലാണ്. സ്വാഭാവികമായും ഇതൊരു നീണ്ട ഇടവേളയുണ്ട്. ആ ഇടവേളകൾ ആനന്ദകരമാക്കേണ്ടത് മാധ്യമപ്രവർത്തകരുടെ ആവശ്യമാണ്, രാഷ്ട്രീയ നിരീക്ഷകരുടെ ആവശ്യമാണ്. അപ്പോൾ ഇടവേളകൾ ആനന്ദകരമാക്കേണ്ടത് മാധ്യമങ്ങളുടെ ആവശ്യമാണെങ്കിൽ അതിന് ഇങ്ങനെ കാരണങ്ങൾ ഉണ്ടാക്കി നൽകുക എന്നത് കോൺഗ്രസുകാരുടെ പണിയാണോ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.